ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മളുള്ളത് സെൻറ്റ് ജെയിംസ് USA ഒരു പോർട്ടലാണ്. അപ്പോൾ നമ്മൾ ഷോർ ലീവിന് പോയിട്ടാണുള്ളത്. അപ്പം ജോയിൻ ചെയ്തിട്ടൊരു 3 മാസമായി, ഏകദേശം ആവാനായി. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പുറത്ത് പോയി ഈ കാണുന്ന ബ്രിഡ്ജ് ക്രോസ് ചെയ്തിട്ടാണ് ടൗണിലേക്ക് പോകേണ്ടത്. അപ്പോൾ ആ ബ്രിഡ്ജ് വഴിയാണ് ഇപ്പോൾ നമ്മൾ പോകേണ്ടത്. ഈ ബ്രിഡ്ജിൽ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഇത് ക്രോസ് ചെയ്തിട്ട് നേരെ സിറ്റിയിലേക്കാണ് പോകുന്നത്. അവിടെയാണ് എല്ലാ ഷോപ്പിംഗ് ചെയ്തിട്ട് ബെസ്റ്റ് ബൈ, വാൾമാർട്ട് എന്ന് പറഞ്ഞ എല്ലാ ഷോപ്പിങ്ങും ഉള്ളത്. ഏകദേശം നമ്മൾ ബെസ്റ്റ് ബൈ എത്തി. നേരെ വന്നത് ബെസ്റ്റ് ബൈയിലേക്കാണ്. രാവിലെ ഏകദേശം 10:30 മണിയായി ഇവിടെ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ 10:30 മണിക്ക് ഇത് ഓപ്പൺ ആവും. മറ്റുള്ള ഷോറൂമെല്ലാം 11 മണിക്കാണ് ഓപ്പൺ ആക്കല്. അപ്പോൾ ഇവിടെ ഇപ്പം നമ്മൾ ഇന്ത്യനെ അപേക്ഷിച്ചിട്ട് ഒരുപാട് വിലക്കുറവിലെ സ്ഥലമാണ്. മൊബൈലായാലും ലാപ്ടോപ്പ് ആയാലും എല്ലാം നമുക്ക് ചീപ്പ് റേറ്റിൽ ഇവിടെ കിട്ടും. ഇവിടെ ലാപ്ടോപ്പിൻ്റെ ഓഫേഴ്സ് ഉണ്ടായിരുന്നു ഒരുപാട്. അതായത് ഇപ്പം ഇവിടെ നവംബർ മാസമാണ്. അപ്പം ഇവിടെ ഓഫർ സെയിലുണ്ട്. അപ്പോൾ അങ്ങനെ വെച്ച ലാപ്ടോപ്സാണ് ഇതെല്ലാം. ഒരുപാട് ഓഫറുണ്ട്. ഇവിടുന്ന് നമ്മൾ നേരെ പോയത് ലുസിയാന മാൾ എന്ന് പറഞ്ഞൊരു മാളിലേക്കാണ്. അതായത് ഒരുപാട് ഷോപ്പിംഗ് കോംപ്ലക്സിലെ സ്ഥലം. ഇവിടെ ഐഫോണിൻ്റെ ആപ്പിൾ സ്റ്റോറുണ്ട്. അതുപോലെ തുണിയെടുക്കാനായാലും എന്തായാലും ഇപ്പോൾ ഈ ഐഫോണിൻ്റെ ഷോറൂമിൽ ഫുൾ ബിസിയാണ് ആൾക്കാരെല്ലാം. അതായത് അത്രയും തിരക്കുള്ള സ്ഥലമായിരുന്നു. അപ്പോൾ ഇവിടെ ഇന്ത്യനെ അപേക്ഷിച്ച് ഒരുപാട് ചീപ്പാണ് ഈ ഐഫോൺ. അതായത് ഏകദേശം ഒരു 40,000 ഡിഫറൻസ് വരും നമ്മുടെ ഇന്ത്യനെ അപേക്ഷിച്ചിട്ട്. അപ്പോൾ ഇവിടുന്ന് ഒരുപാട് ആൾക്കാർ ഫോൺ മേടിക്കുന്നുണ്ട്. അപ്പം പിന്നെ ഇവിടുന്ന് നേരെ വാൾമാർട്ടിലേക്ക് വിട്ടു. അതായത് നമ്മുടെ സൂപ്പർ മാർക്കറ്റ് പോലുള്ള സ്ഥലം. അതായത് എല്ലാ A to Z സാധനം കിട്ടും. അപ്പം നല്ല വെജിറ്റബിൾസ് ആയാലും നമ്മൾ ഭക്ഷണത്തിൻ്റെ എല്ലാ സാധനം, അതൊക്കെ തുണിയായാലും എല്ലാം ഇവിടുന്ന് ചീപ്പ് റേറ്റിൽ, ഇവിടുത്തെ അപേക്ഷിച്ചിട്ട് ചീപ്പാണ് നമ്മുടെ ഇന്ത്യനെ അപേക്ഷിച്ചിട്ട്. അപ്പം ഇവിടുന്ന് ഇത് കഴിഞ്ഞ് കുറച്ച് പർച്ചേസ് ഉണ്ടായിരുന്നു. അതും കഴിഞ്ഞ് നേരെ നമ്മൾ തിരിച്ച് ഷിപ്പിലേക്ക് തന്നെ പോയി. ഏകദേശം ഒരു 6:30 മണിയാകുമ്പോഴത്തേക്ക് റിട്ടേൺ ഷിപ്പിലേക്ക് തിരിച്ച് പോകാൻ വേണ്ടിയിട്ട് റെഡിയായിരുന്നു. അപ്പോൾ ഇന്നത്തെ അങ്ങനത്തെ ഷോർ ലീവ് ഇത് കഴിഞ്ഞു.